പുണ്യാള ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഡാങ്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഡാങ്കുട്ടന് ഒരു കേക്കും ചെറിയൊരു ബർത്ത്ഡേ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോണല്ലേ ദിവസം. അപ്പോൾ വലിയ ആഘോഷമൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് ഞങ്ങൾ മാത്രം ഒരു കേക്ക് മുറിക്കണം, ഡ്രസ്സൊക്കെ ഇട്ട് ഇടാൻ കേട്ടോ. അതല്ലേ അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകണേ. അപ്പോൾ ഞങ്ങൾ വണ്ടിയുടെ അടുത്തോട്ട് നടന്ന് പോകണേ കേട്ടോ. ഇയാൾ ഇന്ന് 8 മണിക്കാണ് ജയിച്ചത് രാത്രി. അപ്പൊ അതാണ് ഞങ്ങൾ ആ ടൈമിന് കേക്ക് മുറിക്കാന്ന് വെച്ചത്. അങ്ങനെ അപ്പൊ ഇനി വണ്ടി എടുക്കണം, നേരെ തോപ്പുംപടിയിലെ പോണേട്ടാ സ്റ്റുഡിയോ. അപ്പൊ നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിയേട്ടാ. വണ്ടി ഇവിടെ ഇടണം, ഒരാൾ നേരത്തെ കയറി ഇരുന്ന്. പിന്നെ നമുക്ക് സ്റ്റുഡിയോയിൽ ചെന്നിട്ട് കാണാം അല്ലേ. എല്ലാരും സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര ആഗ്രഹം സ്റ്റുഡിയോയിലൊന്ന് പോകണം. സ്റ്റുഡിയോയിൽ എന്തോ ഭയങ്കര സംഭവമാണെന്നാണ് ടിൻഡൂസ് പറയണത്. കാശെല്ലാം ഉണ്ടോ ചെന്നിട്ട് അറിയാൻ എന്താവും. അതിപ്പോ ഞങ്ങള് സ്റ്റുഡിയോയുടെ അടുത്ത് വന്നോട്ടാ. അപ്പൊ അവിടെ വണ്ടി ഇടാനായിട്ട് സ്ഥലമില്ലാത്ത കാരണം വണ്ടി കുറച്ച് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടേക്കണേണ്. പിന്നെ ആ അപ്പർ സൈഡിലാണ് വേണ്ട, അതാണ് സ്റ്റുഡിയോ. പിന്നെ അങ്ങോട്ട് പോകണം. വണ്ടി ഞങ്ങളിത് ഇവിടെ ഒരു പറമ്പിൽ ഇട്ടേക്കണേണ്. എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടോ. അതാണ് സ്റ്റുഡിയോ കേട്ടോ, അതാ കാണുന്നത്. അപ്പൊ അവിടെ വണ്ടി ഇത്രയും തിരക്കാരനാണ്, അവിടെ ഇടാൻ പറ്റാൻ വണ്ടി ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടത്. എന്താ നേരെ പോ. സ്റ്റുഡിയോയുടെ വാതിക്ക് എത്തിയട്ടാ കയറാൻ പോണേ. ആവട്ടാ ആ ഞങ്ങ സ്റ്റുഡിയോന്ന് ഇറങ്ങിയാട്ടാ. കാര്യം ഡാങ്കൂട്ടന് മറ്റേ ഉടുപ്പൊന്നും അവിടെ ഇല്ല നോക്കിയിട്ട്. പിള്ളേരുടെ ഉടുപ്പ് കുറവാണ്. പിന്നെ ഗേൾസിന് പറ്റിയ ഇപ്പോഴത്തെ ന്യൂജമ്പൻ പിള്ളേർക്ക് പറ്റിയ ഉടുപ്പാണ് കൂടുതലുള്ളത്. ചെരുപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിള്ളേർക്ക് പറ്റിയ ഉടുപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞങ്ങളിനി ഡാങ്കൂട്ടന് പറ്റിയ വേറെ ആണെങ്കിലും ഒരു കട ഇപ്പൊ എരമല്ലൂർ തന്നെ ഉണ്ടായി കട, അവിടെ നിന്ന് എടുത്ത് എടുത്താൽ മതിയായിരുന്നു. ഇവിടം വരെ വരേണ്ട കാര്യമില്ല ഞങ്ങൾ ഇപ്പൊ നോക്കിയിട്ട്. എന്നാലും ഇനിയിപ്പൊ പോലെടാ കേട്ടോ, നമുക്ക് വേറെ കടയിൽ പോയി നോക്കാം. എന്തായാലും ഡ്രസ് അടി ആണെന്നില്ല. എന്തായാലും ഇപ്പൊ രണ്ടുപേർക്കും ഡാങ്കുട്ടന് ഷാർജ ഓടിക്കണമെന്ന് പറഞ്ഞു. അതാണ് ഞങ്ങളൊരു കടയിൽ കയറിയേക്കണേ. ചെലവാണല്ലോ മൊത്തം. രണ്ടുപേരും എന്താ ഷാർജ ഷേക്കിന് വെയിറ്റിംഗ് ആണോ. എന്നിട്ട് കിട്ടിയപ്പോ തന്നെ വന്നപ്പോ തന്നെ ഷെയ്ക്കെന്നല്ല പറഞ്ഞു. ഡാങ്കുട്ടൻ എന്താ വേണ? എനിക്ക് മതിയാ സർബത്തായാലേ. അതെ ഷെയ്ക്ക് വന്നാട്ടാ നമ്മളെ ബർത്ത്ഡേക്കാരൻ്റെ ഫസ്റ്റ് ചിലവ് തുടങ്ങിയിട്ടുണ്ട്. ഇനി എവിടെ ചെന്ന് നിൽക്കുമെന്നാവും. കൊള്ളാവാ. അപ്പതേ നമ്മള് സ്റ്റുഡിയോയുടെ മോഹങ്ങളൊക്കെ വിട്ടത് തിരിച്ചു പോകുന്നുണ്ട്. തോപ്പടിയാണ് കേട്ടോ. ഇവിടെ തന്നെ വേറെ ഏതെങ്കിലും കടയിൽ തന്നെ നമുക്ക് നോക്കാന്ന് ഓർത്തിന്. എന്നാലും ആഗ്രഹങ്ങളൊന്നും വെച്ചിട്ടിരിക്കാൻ പാടില്ല. അത് കാരണം ഒരു സ്റ്റുഡിയോയിൽ കയറുന്നൊരു മോഹം ഉണ്ടായിരുന്നു, അതങ്ങോട്ട് തീർന്നു കിട്ടി. കൊറേ നടന്നേടാ, ഞങ്ങൾ ഒരു കട തപ്പി നടക്കുകയാണ്. അങ്ങനെ അപ്പൊ ഞങ്ങളുടെ ആൺകുട്ടനൊരു ഷൂ മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി കേട്ടാ. ഒരു ചേട്ടൻ, ആ ചേട്ടനൊരു ഷൂ കൊണ്ടുവന്നു. അപ്പൊ അതിന്റെ സൈസ് ഇത്തിരി ചെറുത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് മാറിയെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയേക്കണ ചേട്ടൻ. ഇതാണ് കൊണ്ടുവന്ന ഷൂസ് കേട്ടാ. 2-3 കളറുണ്ടായി. അപ്പം ചേട്ടൻ പറഞ്ഞത് അതൊന്ന് ഇട്ട് നോക്ക്, അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ നോക്കി എടുത്തായെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഈ കളറാണ് കേട്ടോ.
ഇത് അവൻ ഇതുവരെ ഇല്ലാത്തൊരു കളറായി ഇറങ്ങി ഡ്രസ് എടുക്കാനായിട്ട് മമ്മാസിലാട്ടാ പോയത്. സ്റ്റുഡിയോ ഇട്ട് മാച്ചാണ് ഇതാ ഇതാ ഷുഗറുമായിട്ട് മാച്ചാവണ്ടേ. അപ്പൊ നമ്മ ഇവിടെ നിന്നൊരു ചോക്ലേറ്റ് കേക്കാണ് മേടിച്ചേട്ടാ. അങ്ങോട്ട് ഇഷ്ടപ്പെട്ടത് ചോക്ലേറ്റ് കേക്കാണ്. അപ്പൊ നമ്മള് കേക്കും സാധനങ്ങളെല്ലാം മേടിച്ച് ഇനിയിപ്പോ നേരെ വീട്ടിലോട്ടാണ്. ഇനിയിപ്പോ ഇന്നത്തെ നാളത്തേക്ക് ഷോർട്സ് ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഇതിനകത്തുനിന്ന് ഒരു ഷോർട്സ് ഒപ്പിക്കണം. പിന്നെ അവിടെ ചെന്നിട്ട് കുറച്ച് ഡെക്കറേഷനും കാര്യമൊക്കെ ചെറുതായിട്ട്, അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ തൂക്കി കേക്ക് കട്ട് ചെയ്യണം. അതൊക്കെയാണ് പരിപാടി. അപ്പൊ നേരെ വീട്ടിലോട്ട് പോയാണ്. ബാക്കി കേക്ക് മുറി കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പൊ ഞങ്ങള് വന്നത് വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി ഡാങ്ങോട്ട് ഒരുങ്ങി ഇരിപ്പുണ്ട്. ഡാങ്ങോട്ട് വന്ന് കാണിച്ചു കൊടുത്തേ. വാങ്ങിട്ട് ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചു തരാം. അപ്പൊ ഡാങ്ങോട്ടന്റെ ഇതാണ് കേട്ടോ കാണിച്ച ഡ്രസ്സ്. ഞാൻ വീട്ടിൽ ഇടാനും മേടിച്ചല്ലേ ഡാങ്ങോട്ടാ. 2-3 കളേഴ്സും ബനിയനൊക്കെ മേടിച്ച്. അപ്പൊ ഞങ്ങള് കേക്ക് മുറിക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. വലിയ എന്തായിട്ടൊന്നും ഇല്ല, ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ഉള്ളു. ഒരു കേക്ക് ഇപ്രാവശ്യം ഇപ്പൊ കഴിഞ്ഞ പോലും വലിയ കാര്യമായിട്ട് നടത്തില്ല. അതിന് മുമ്പൊക്കെ കുഴപ്പമില്ല കേട്ടോ. നമ്മള് ആരെങ്കിലും ടിൻസിന് വീട്ടിൽ നിന്നൊക്കെ വരും, നമ്മുടെ കൂട്ടുകാരെയൊക്കെ വിളിക്കും. ഇപ്രാവശ്യം ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളെ കേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് എന്ത് കണ്ടത്, വണ്ടിയിൽ വെച്ച് നൈസായിട്ടൊന്ന് കടയിൽ തട്ടിയതാണ്. ചോക്ലേറ്റിന്റെ കേക്കാണ് മേടിച്ചത്. പക്ഷെ തട്ടി കുറച്ച് പീസൊക്കെ പോയി. കുഴപ്പമില്ലല്ലോ അങ്ങോട്ടാ. ഇതെങ്ങനെ മുറിച്ച് കഴിച്ചാൽ മതിയല്ലേ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലാണ്. ലല്ലൂസേ തൊപ്പിയൊക്കെ വെച്ചോളൂ നമ്മള്. മമ്മ വെച്ചിട്ട് അപ്പൊ കേക്ക് കട്ടിയാ നമുക്ക്. കേക്ക് കട്ടിയതല്ലേ നമുക്ക്. അപ്പൊ ഓക്കെ. പിന്നെ നമുക്ക് ബാക്ക് ക്യാമറ വെച്ച് കാണിച്ചു കൊടുക്കാം അല്ലേ. സ്റ്റാൻഡ് വെക്കാം അടങ്ങി. ഞങ്ങൾ ഒരു ചെറിയ ഷോർട്സ് എടുത്ത് തരുന്നതില്ലെന്ന്. അപ്പൊ അതാണ് ഒരുങ്ങണം പിടിക്കണമൊക്കെ ഒന്നും ഇല്ലാന്ന്. അപ്പൊ അതിന് ഇവിടെ വന്നപ്പോ കരണ്ടും ഇല്ല. അപ്പൊ അതിന്റെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. അപ്പൊ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ ബാക്ക് ക്യാമറയിൽ വെക്കാം കേട്ടോ. കേക്ക് മുറിക്കാൻ അങ്ങോട്ടാ മുറിക്കാലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ മൈ ഡോട്ടർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഉള്ളിക്കൊടുക്ക്. ഒരു പീസ് അയ്യോ പിടിച്ചോ കൈ പിടിച്ചോ. അയ്യോ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് പറഞ്ഞത്. അപ്പൊ ആള് ഭയങ്കര എന്താ ഡ്രീം കേക്കിനെ പോലെ അല്ലേ. കിട്ടിയപ്പോ തന്നെ സ്വന്തമായില്ലാണ്ട് വിട്ടാണ്. അപ്പൊ വലിയ ഇതിപ്പോ അമ്മ വനല്ലേ കിളി കൊടുക്കണ്ട. അപ്പൊ എല്ലാവർക്കും കേട്ടാ അപ്പൊ എല്ലാവർക്കും കൂടെ ഡാങ്ങോട്ടന്റെ ബർത്ത്ഡേ കേക്ക് ആണ് കേട്ടോ. നല്ല കേക്കാണ് കേട്ടോ. താല്പര്യമില്ലാതെ മേടിച്ചാണ്. കാര്യം ഈ ചോക്ലേറ്റാണ് എനിക്ക് വലിയ താല്പര്യമില്ല. ഞാനപ്പോ മറ്റേ എന്താ റെഡ് വെൽവെറ്റ് ഞാൻ പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ബർത്ത്ഡേക്കും ചെറുതാ മേടിച്ചതില്ല. കാരണം ഇയാൾക്ക് താല്പര്യമില്ല അത് മേടിക്കാൻ. അപ്പൊ ഇയാൾക്ക് പിന്നെ ചോക്ലേറ്റ് മതിയെന്നാണ്.
ഇല്ല ചോക്ലേറ്റ് കേക്ക് നല്ലതാണെന്ന് കുറെ പേര് പറഞ്ഞായിരുന്നു. അതാണ് ഞാൻ മേടിച്ചത്. സൂപ്പർ ആട്ടോ, നല്ല ടേസ്റ്റ് ആണ്. കൂടുതൽ ക്രീം ഒന്നുമില്ല, ചോക്ലേറ്റ് ആണ് കൂടുതൽ. അപ്പൊ നമ്മുടെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാട്ടാ. ഇതേ ഷോർട്സും ഇതിന്റെ ഇടയ്ക്ക് എടുക്കണോണ്ടാണ് നമുക്ക് അത്ര കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റാത്തത്. കാര്യം ഇനിയിപ്പോ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഇതിൽ നിന്ന് തന്നെ ഒരു ഷോർട്സും കൂടെ ഒപ്പിച്ചെടുത്ത് അല്ലേ. ഡാങ്കുട്ടന്റെ ബർത്ത്ഡേ അങ്ങനെ ഉണ്ടാവട്ടെ. കേക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടല്ലേ? കേക്കൊക്കെ കഴിച്ച് ഞങ്ങള് ആണാ അപ്പളേ ഞങ്ങള് അപ്പതേ ഏതായാലും ഇപ്പൊ അല്ലേ 9 മണിയായല്ലേ, ഇപ്പൊ 8-9 മണി കഴിഞ്ഞ്. അപ്പൊ ഞങ്ങള് വീഡിയോ നേരം വൈകിട്ടപ്പോ ഞങ്ങള് കുറെ നാൾ ഈ വീഡിയോ എടുക്കണില്ല കേട്ടാ അല്ലേ. 2 മാസത്തോളം ഞങ്ങൾ ഫോൺ കംപ്ലൈന്റ് ആകുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ഷോർട്സ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കാണാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണം, എല്ലാരും പോയി കാണാൻ ഞങ്ങളുടെ വീഡിയോ. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മള് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക അല്ലേ. ഞാനിസേ എന്താണെന്നും ഉണ്ടാണ്ടിരിക്കുന്നത് തിറങ്ങോട് ചാനല് വെറുതെ കുട്ടി എന്താണ് അങ്ങനെ പൊട്ടിയിരിക്കുന്നത്. ഇനിയിപ്പൊ 18 ദിവസത്തിന് വീട്ടിൽ പോവാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഇത്ര നേരമാണ് ഇനി നോക്കട്ടെ പോവാന്ന് പറഞ്ഞുകൊണ്ടാണ് മോന്ത പറയിക്കണത്. അപ്പൊ ശരി എന്നാ, ഗുഡ് നൈറ്റ്.